എന്റെ വീട് അയാൾ നിനക്ക് വിറ്റെന്നോ? ദേ, കളി എന്നോട് വേണ്ട. ഞാൻ വല്ല അക്രമം കാണിക്കും. എന്നെ കൊല്ലുന്നതിനപ്പുറം എന്ത് ചെയ്യാനാ നീ? ഒരാളെ തന്നെ 2 തവണ കൊല്ലാൻ പറ്റുമോ? ഇത് എന്റെ വീടാ. ഞാൻ കാശ് കൊടുത്ത് പാലാക്കാരൻ കോട്ടുപ്ലാക്കൽ തോമസ് ചെറിയാനിൽ നിന്നും വാങ്ങിച്ച വീട്. ഇവിടെ വന്ന് തോന്നിയാസം പറഞ്ഞ പോലീസിനെ വിളിക്കാൻ ഞാൻ, നോക്കിക്കോ. വേണ്ടടി, നീ വിളിക്കണ്ട. ഞാൻ വിളിക്കാം പോലീസിന്. നിന്നെ ഇറക്കിവിടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. നീ ഏതാ? നീയാണോ ഇവിടെ അതിക്രമിച്ച് കയറിയത്? അയ്യോ സാറേ, ഞാൻ അങ്ങനെയൊന്നും കയറിയിട്ടില്ല. എന്നെ ഇവിടെ ഒരു സഹായത്തിന് കൊണ്ടുവന്നതാ. ആര്? ആരാ ഇവിടെ താമസം? എന്റെ മോള്. എന്നുവെച്ചാ ഞാൻ മോളെപ്പോലെ കാണുന്ന എന്റെ ബാലാമണി. ഇന്ന് വാങ്ങിച്ചതാ ഈ വീട്. കേറി താമസത്തിന് വരാൻ പോകുമ്പോഴാ ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങള്. ആരാ ഈ വീട് വാങ്ങിച്ചു എന്ന് പറയുന്ന ബാലാമണി? അകത്തുണ്ട് സാറേ. ഞാനാ പോലീസിന് ഫോൺ ചെയ്തത്. എന്റെ വീടാ ഇത്. എന്റെ ഏട്ടൻ എന്റെ പേരിൽ വാങ്ങിച്ച വീട്. ഇവിടെ ഇപ്പൊ 2 പേര് എന്റെ അറിവോ സമ്മതമോ കൂടാതെ വന്ന് താമസിക്കുക. എനിക്ക് പോലീസിന്റെ സഹായം വേണം ഇവരെ ഇറക്കിവിടാൻ. ദാ ഇവളാ സാർ. നിങ്ങളാണോ അതിക്രമിച്ച് കയറിയത്? എന്താ നിങ്ങൾക്ക് ഈ വീടുമായിട്ടുള്ള ബന്ധം? സർ, അതിക്രമിച്ച് കയറിയത് ഇവളാണ്. I think she has some mental depression. മുമ്പ് ഇവരുടേതായിരുന്നു ഈ വീടെന്നാ പറയുന്നത്. അതെനിക്കറിയില്ല. ഞാൻ പാലായിലുള്ള 1 മിസ്റ്റർ തോമസിനോടാണ് ഈ വീട് വാങ്ങിയത്. അയാളുടെ കയ്യിൽ ആധാരം പ്രോപ്പർ ആയിരുന്നു. പറഞ്ഞ തുക റെഡി ക്യാഷ് കൊടുത്താ ഞാൻ ഈ വീട് വാങ്ങിയത്. എത്ര രൂപ കൊടുത്തു? അല്ല, അത് പിന്നെ സാറേ, വില പുറത്തു പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൊടുത്ത കാശ് ആധാരത്തിൽ വെക്കത്തില്ലല്ലോ. ഇത് മുഴുവൻ കള്ളത്തരവാ സാർ. ഇങ്ങനെ ഒരു വിലയാധാരം നടന്നിട്ടില്ല. എനിക്ക് കുറച്ച് പണത്തിന്റെ ഷോർട്ടേജ് വന്നപ്പോ ഈ വീട് ഞാൻ തോമാച്ചന് രജിസ്റ്റർ ചെയ്തു കൊടുത്ത് പണം വാങ്ങിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നേരാ. അയാൾക്ക് ഞാൻ പണം മടക്കി കൊടുക്കുകയും ചെയ്തു. അല്ലാതെ ഇവരിതിൽ ഇടനിലക്കാരായി നിൽക്കുകയോ ഇവരുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്തു കൊടുക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ ബാലാമണി അല്ലേ? അതെ സർ. നിങ്ങൾ ഈ വീട് വാങ്ങിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്? അതെ. നിങ്ങളുടെ പേരിലാണോ? അതെ. ഓക്കെ, വീടിന്റെ ആധാരവും രജിസ്ട്രേഷൻ പേപ്പറും എടുക്കും. അല്ല സർ, അത് സാർ, രജിസ്ട്രേഷൻ നടക്കുന്നേ ഉള്ളൂ. രജിസ്ട്രാർ ഓഫീസിൽ പോയി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ. അപ്പൊ ഡോക്യുമെന്റ്സ് ഒന്നും കയ്യിലില്ലേ? കിട്ടും സർ, ഇന്ന് തന്നെ കിട്ടും. സാർ, ഈ കള്ളത്തരം സാർ തിരിച്ചറിയണം. യാതൊരു രേഖയും ഇല്ലാതെയാ ഇവരിവിടെ കയറി താമസിക്കുന്നത്. എന്നോടുള്ള മുൻ വൈരാഗ്യം കൊണ്ട് എന്നെ ദ്രോഹിക്കുന്നതാണിത്. കൃത്യമായ രജിസ്ട്രേഷൻ രേഖകൾ കാണിക്കാത്തിടത്തോളം ഈ സ്ത്രീയുടെ പരാതി പോലീസിന് മുകളിലേക്ക് എടുക്കേണ്ടി വരും. സോ എന്താ നിങ്ങളുടെ പേര്? കവിത തമ്പി. നിങ്ങളൊരു പരാതി എഴുതരണം, ഒരു റിട്ടേൺ കംപ്ലൈന്റ്. ശരി സർ. നിങ്ങൾ 2 പേരും സ്റ്റേഷനിലേക്ക് വരണം. അല്ല സാറേ, ഞങ്ങളൊന്ന് പറയുന്ന. നോ ആർഗ്യുമെന്റ്സ്. ഭവനഭേദനമാണ് ചാർജ്. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് അസ്. Come on. സർ, വാടി. അല്ല, കൊച്ചിന്റെ കയ്യിൽ നിന്ന് വിട്ടെ, ഞങ്ങൾ വന്നോളാം.
അയ്യോ, ഇതെന്താ ഇവിടെ സംഭവം? തോമാച്ച, ദേ കണ്ടില്ലേ, എന്റെ വീട്ടിൽ ഈ അഹങ്കാരികള് സ്വന്തം വീട് പോലെ കേറി അങ്ങ് താമസിക്കുക. ഇവർക്ക് എങ്ങനെ എന്റെ വീടിന്റെ താക്കോല് കിട്ടി? ഞാൻ കൊടുത്തതാ. തോമാച്ചൻ എന്തിനാ ഇവർക്ക് താക്കോല് കൊടുത്തത്? അയ്യോ, കവിത മോൾ അറിഞ്ഞില്ലയോ? ഞാനൊരു 45 ലക്ഷത്തിന് ഈ വീട് ഇവർക്കങ്ങ് വിറ്റു. വിറ്റോ? കൊല്ലും നിന്നെ ഞാൻ. കവിത, അയ്യോ, എന്താ കവിത ഇത്? ഒന്ന് വിട്ടേ. പാവം പാലായില് ചില്ലറ റബ്ബറും കാപ്പിയും കുരുമുളകും ഒക്കെ ആയിട്ട് അങ്ങ് ജീവിച്ച് പൊക്കോട്ട്. സാറേ, ഇത് കവിത തമ്പി മിസ്റ്റർ തോമസിന് ഈ വീട് തീരാധാരം എഴുതി കൊടുത്തതിന്റെ രേഖകൾ നോക്കിയേ. ഇനി ഇത് മിസ്റ്റർ തോമസ് ബാലാമണിയുടെ പേർക്ക് ഈ വീട് വിറ്റതിന്റെയും രജിസ്റ്റർ ചെയ്തതിന്റെയും ഒറിജിനൽ ഡോക്യുമെന്റ്സ്. ഇത് നോക്കിയേ. സോറി കവിത, നിങ്ങളുടെ പരാതിന്മേൽ നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇത് ഈ വീട് ബാലാമണി വാങ്ങിച്ചതിനുള്ള വ്യക്തമായ തെളിവുകളും രേഖകളുമാണ്. സോറി മാഡം, നിയമത്തിൻ്റെതായ ഒരു വഴി ഞങ്ങൾ സ്വീകരിച്ചെന്നേ ഉള്ളൂ. സോറി ഫോർ ദി ട്രബിൾ. ഇറ്റ്സ് ഓക്കെ. ഇവരുടെ കൂടെ കൂടി താനെന്നെ ചതിച്ചു അല്ലേടോ? അയ്യോ, എന്നതൊക്കെ ഈ പറയുന്നേ? എന്റെ മോനെ പഠിപ്പിക്കുന്ന സാറല്ലയോ ഇത്? സാറ് പറഞ്ഞാ പിന്നെ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂ? കവിതേ, ഈ കളിക്കളത്തിൽ ഇറങ്ങാറില്ല ഒരിക്കലും ഞാൻ. ഇത് നീ എന്നെ നിർബന്ധിച്ചിറക്കിയതാ. ഇറങ്ങിയാ പിന്നെ ജയിക്കണം. നീ അഴകത്ത് വീടിന് കാശ് അന്വേഷിക്കും മുതൽ നിന്റെ പിന്നാലെ തന്നെ ഞാനുണ്ട്. ദാ ഈ നിൽക്കുന്ന പാലാക്കാരൻ അച്ചായനെ ഞാൻ സോളമന്റെ പരിചയക്കാരനാക്കിയതാ, മനഃപൂർവ്വ. നീ കളിക്കുന്ന കളി അതേ കോട്ടയിൽ കയറി ഞാൻ കളിച്ചു എന്നേ ഉള്ളൂ. എന്നുവെച്ച് നിന്റെ വീട് വെറുതെ കൊടുക്കൊന്നും വേണ്ട ബാലാമണിക്ക്. ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന തുക ബാലാമണി നിനക്ക് തരും. ഒരു 45 ലക്ഷം. ഇപ്പൊ വേണോ അത്? അതോ വീട്ടിൽ വന്നിട്ട് മതിയോ? എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? ഇപ്പൊ തന്നെ അങ്ങ് കൊടുത്തേക്ക്. എന്റെ പട്ടിക്ക് വേണം നിന്റെ പിച്ച കാശ്. നീ കരുതിയിരുന്നോടി, ഈ കളിയില് എനിക്ക് എന്റെ വീട് പോയെന്ന് വെച്ച് ഒരു ഗെയിം ഇവിടെ അവസാനിക്കുന്നില്ല. സത്യത്തിൽ എനിക്കിപ്പോ വല്ലാത്തൊരു ത്രില്ലായി. എന്റെ അനിയേട്ടന്റെ ആത്മാവ് ഉറങ്ങുന്ന വീടായത്. അത് പോയി കിട്ടി അല്ലേ? ഇനിയാടി അംഗം. രണ്ടിലൊരാള് മരിക്കുന്നത് വരെയുള്ള അംഗം. എന്നിട്ടും അവളുടെ ശൗര്യം നോക്ക്. അമ്മേ, ചില ജന്മങ്ങൾ അങ്ങനെയാ. തോൽപ്പിച്ചാലും തോൽക്കില്ല. ചില സമയത്ത് എനിക്ക് അത്ഭുതം ഇവള്. ശരിക്കും അസുര ജന്മം.
ഞങ്ങൾക്ക് സഹദേവനെയും നിങ്ങൾ കുടുംബക്കാരെയും ഇഷ്ടപ്പെട്ടു. ഇവിടെ പൊരുത്തം നോക്കിയിട്ട് അതും ഉത്തമ. എന്നാ പിന്നെ ഇനി ഒരുപാട് താമസിപ്പിക്കണോ? വേണമെന്നില്ല, തീയതി നിശ്ചയിക്കാം. എന്താ ശാരദേ? ആവാം. പിന്നെ രണ്ടാം കല്യാണം ആയതുകൊണ്ട് ഒരാഘോഷം ആക്കണ്ടെന്നാ സഹദേവന്. ഞങ്ങളും അത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ഒന്നുകിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച്. എന്താ അതുപോരെ? അത് മതി. ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട്, അവിടെ വെച്ചായാ നന്നായിരുന്നു. എന്താമേ? ആയിക്കോട്ടെ. അടുത്ത തിങ്കളാഴ്ച രാവിലെ 10:30 കഴിഞ്ഞൊരു മുഹൂർത്തമുണ്ട്. ഞാൻ നോക്കിയിരുന്നു. എന്നാ പിന്നെ അന്ന് എന്നെ കല്യാണം നടത്താം. ഞങ്ങൾക്ക് സമ്മതമാ, ഉറപ്പിച്ചു. എനിക്കിപ്പോ എന്റെ വീട് തിരിച്ചു കിട്ടണം. അമ്മ എനിക്കത് വാങ്ങിച്ചു തരണം. ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ വീട് ഞാൻ എടുത്തോണ്ട് പോയിട്ടൊന്നുമില്ല. എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്റെ മുന്നിൽ അമ്മ ഈ അടവൊന്നും കാണിക്കണ്ട. ഇത്തരം ഒരുപാട് കളികൾ കണ്ടിട്ടുള്ളതാ ഞാൻ. അതിന് ഞാനെന്ത് ചെയ്യണം? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് പറ. ആ, ആരുടെ പേർക്കാ നീ വീട് എഴുതി കൊടുത്തത്? ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ ക്രിസ്ത്യാനിക്ക്. ആ, അയാളത് ആരുടെ പേരിലാ എഴുതി കൊടുത്തത്? അയാളാണ് ബാലാമണിയുടെ പേർക്ക് തീരാധാരം ചെയ്തു കൊടുത്തത്. അപ്പൊ അയാളാണ് നിന്നെ ചതിച്ചത്. അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മേ, പറഞ്ഞത് തന്നെ വീട് വീട് പറയരുത്. ആ പലിശക്കാരൻ ആനന്ദേട്ടനൊപ്പമാ വന്നത്. ഇത്തരം ഒരു കാര്യത്തിൽ ആനന്ദേട്ടൻ ഇൻവോൾവ് ചെയ്യണമെങ്കിൽ അത് അമ്മയുടെ അറിവും സമ്മതവും ഉണ്ടായിട്ട് തന്നെയാ. എന്തൊക്കെ ഈ പെണ്ണ് പറയുന്നത്? ആനന്ദ് ഇടപെട്ടെങ്കിൽ അത് അവനോട് ചോദിക്കണം. എനിക്കൊന്നും അറിയില്ല. അറിയില്ലെങ്കിൽ വേണ്ട. പക്ഷേ അമ്മ എന്റെ മറ്റൊരു മുഖം ഇനി കാണും. എന്ത് കാണാനായി നീ? ഇവിടെ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് നീയാ. അഴകത്ത് മഹാറാണി ആവാൻ വേണ്ടിയിട്ടാ നീ നിന്റെ വീട് തീരെഴുതി കൊടുത്തത്. ഇപ്പോ അതുമില്ല ഇതുമില്ല. ഇപ്പോ നീ വഴിയിലാവുകയും ചെയ്തു. ഇനി നിനക്ക് മറ്റൊരു മുഖമുള്ളത് കണ്ണുനീരിന്റെയാ, കരച്ചിലിന്റെയാ. ഞാൻ കരയാനോ? എന്റെ കണ്ണിൽ നിന്നും തീ തെറിച്ചിട്ടേ ഉള്ളൂ. വെള്ളം ഒഴുകിയിട്ടില്ല, ഒഴുകില്ല. സ്വന്തം കൂടപ്പിറപ്പ് എന്നുവെച്ചാ ജീവനെ പോലെ എന്നെ സ്നേഹിച്ച എന്റെ അനിയേട്ടൻ ചത്ത് വിറങ്ങലിച്ച് ഒരു മരക്കഷ്ണം പോലെ കിടന്നപ്പോഴും ഈ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീര് വീണിട്ടില്ല. ഒരു കർമ്മവും ചെയ്യാതെ ക്രിമിറ്റോറിയത്തിൽ കൊണ്ടുചെന്ന് ചുമ്മാ അങ്ങ് കത്തിച്ച് കളഞ്ഞു. ദൈവം തരുന്ന പുണ്യമൊന്നും വേണ്ടെന്ന് കരുതിയാ കർമ്മം ചെയ്യാത്തത്. മോക്ഷം കിട്ടാതെ അലഞ്ഞു നടക്കുന്ന അനിയേട്ടനെയാ എനിക്കിഷ്ടം. അങ്ങനെ ഈശ്വരനോട് പോലും മത്സരിക്കുന്ന എന്നെയാ ഒരു വീട് പിടിച്ചടക്കി തോൽപ്പിക്കാൻ പോകുന്നത്. തള്ളേ മോളും ഒരു കാര്യം ഓർത്തു വെച്ചാ നല്ലത്. ഒരിക്കൽ അവളുടെ ജീവൻ എടുക്കാൻ കൊട്ടേഷൻ കൊടുത്തതാ ഞാൻ. ഇനി എന്നെ കൊണ്ട് വാളെടുപ്പിക്കരുത്. എടുത്താ ഞാൻ സ്കെച്ച് ചെയ്യും തള്ളേ മോളെ. നിൽക്കടി. നീ എന്നെ അങ്ങ് പേടിപ്പിച്ച് കളയാന്ന് വിചാരിച്ചോ? 2 നേരം വിളക്ക് വച്ച് പ്രാർത്ഥിച്ച് ഈശ്വരനെ ഇടനെഞ്ചിൽ കൊണ്ടു നടക്കുന്ന എന്നെ
വാളെടുക്കൂന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു നീ. പെട്ടെന്ന് മരിക്കാൻ യോഗമുണ്ടെങ്കിൽ മരിക്കും സുമംഗല. പക്ഷേ അത് നിന്റെ കൈകൊണ്ടായിരിക്കില്ല. ആയാൽ എത്ര കർമ്മം ചെയ്താലും എനിക്ക് മോക്ഷം കിട്ടില്ല. മറിച്ച് ഞാൻ നിന്നോട് പറയുന്നത് നീ ഓർത്തു വച്ചോ. ഇനിയും ബാലാമണിയെ ദ്രോഹിക്കാൻ നീ തുനിഞ്ഞിറങ്ങിയാൽ നിന്നെ ഞാൻ കൊല്ലും. പക്ഷേ അത് നിനക്ക് ഗുണം ചെയ്യും. ഈശ്വരനോട് യുദ്ധം ചെയ്ത രാവണനും ദുര്യോധനും കിട്ടി വീരസ്വർഗം. അതുപോലെ ഭഗവാനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എന്റെ കൈകൊണ്ട് മരിച്ചാൽ നിനക്കും കിട്ടും മനസ്സറിയാതൊരു സ്വർഗം. അത് എന്റെ സൗജന്യം. എന്തായി? തോമാച്ചൻ നമ്മുടെ കൂടെ തന്നെ നിന്നു. കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ആദ്യം എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കവിത ആളെ കൂട്ടിയാണോ വരുന്നതെന്നൊന്നും എനിക്കറിയില്ലല്ലോ. പിന്നെ കാർത്തുമ്മ കൂടെ ഉണ്ടായിരുന്നത് ഒരു ബലം. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് പേടിച്ചു പോലീസ് വന്നപ്പോ. സാറും തോമാച്ചാനും വരാൻ വൈകുകയും ചെയ്തു. അത് പിന്നെ വഴി ബ്ലോക്കായിരുന്നു, എത്തണ്ടേ? എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. അപ്പോ നിലവിൽ അവൾക്ക് വീടില്ലാതായി. വേറൊരാശ്രയവും ഉണ്ടാവാതെ ഇവിടെ തന്നെ അകപ്പെടണം അവള്. അത് കഴിഞ്ഞ നമ്മള് വിശ്വരൂപം പുറത്തെടുക്കുക. അവളുടെ വീടിന്റെ താക്കോല്. അവളുടെയല്ല, അതിപ്പോ നിന്റെ വീടാ. താക്കോല് നീ തന്നെ വച്ചോ. എനിക്ക് വേണ്ട അമ്മേ. എത്രയായാലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതല്ലോ. അല്ല, പക്ഷേ ഇത് നമ്മുടെ വാശിയാ. ചെയ്ത ദ്രോഹങ്ങൾക്ക് തിരിച്ച് ഇത്രയെങ്കിലും ചെയ്തു എന്ന് ഈ താക്കോൽ കൂട്ടം കയ്യിലിരിക്കുമ്പോൾ നിനക്ക് തോന്നും. നേരാ, ഈ താക്കോൽ നിന്റെ കയ്യിലായിരിക്കേണ്ടത്. നമുക്കിതൊന്നും വേണ്ടിയിട്ടല്ല. പക്ഷേ ചതിക്ക് പകരം ചതി. അവസാനം ഒന്നുമില്ലാതെ തെരുവിലാവണം. അന്നത്തിന്റെ വിലയറിയണം, വസ്ത്രത്തിന്റെ വിലയറിയണം, മഞ്ഞും വെയിലും മഴയും അറിയണം. അപ്പോ അഹങ്കാരം കുറയും, ജീവിതം എന്താണെന്ന് പഠിക്കും. മോള് ഈ താക്കോൽ കൊണ്ടു ചെന്ന് സുരക്ഷിതമായിട്ട് വയ്ക്ക. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ആനന്ദേ, എന്തിനാ കവിതയെ ഞാൻ പുറത്താക്കാത്തതെന്ന്? ഇവിടെ വേണോ അവള്? എന്നെ ഇറക്കി വിടാൻ ശ്രമിച്ചവള് സ്വയം ഇവിടെ നിറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാവണം. അമ്മ ഇത്രയ്ക്ക് വാശിക്കാരിയായിരുന്നു. നുള്ളിത്തന്നാലും നുള്ളിപ്പറിച്ചാലും മറക്കില്ല അമ്മ.